ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂ യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗൊറില്ല പോഡിൻ്റെ റിവ്യൂവും അൺബോക്സിങ്ങുമാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് ഒരു 350 റുപ്പീസിന് വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഫസ്റ്റ് ഇത് കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സിനകത്താണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്യൂട്ടബിൾ ഫോർ DSLR, ആക്ഷൻ ക്യാമറ, മൊബൈൽ ഫോൺസ്, പിന്നെ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്, സ്ക്രൂഡ് മൗണ്ടിങ്, സ്റ്റാൻഡിങ് യൂണിവേഴ്സൽ, പിന്നെ സ്ക്രൂവിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്, പോർട്ടബിൾ, ലൈറ്റ് വെയ്റ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇത് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റ്സ് നോക്കാം. ഇതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ ഉള്ളത് മൊബൈലും ക്യാമറയും നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആക്സസറീസാണ്. ആദ്യം തന്നെ നമുക്കിത് ഡാമേജ്ഡ് പ്രോഡക്റ്റ് അല്ല എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് നോക്കണം. ഇതിന് മുന്നേ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ട്രൈപോഡ് മേടിച്ചപ്പോഴത്തേനും അതിൻ്റെ മൊബൈൽ പോഡ് ഭയങ്കര ഭയങ്കര ടൈറ്റായിരുന്നു. മൊബൈൽ അതിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിപ്പം കുഴപ്പമില്ലാത്തതാണ്. ഇതിലിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഇത് യൂസ് ചെയ്താണ് നമുക്ക് ക്യാമറാസ് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഒരു 350 റുപ്പീസിന് ഉദ്ദേശിച്ചേക്കാളും വളരെ വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബിക്കോസ് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഫ്ലെക്സിബിളാണ്, എന്നാൽ നല്ലൊരു സ്ട്രെങ്തും നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൊബൈൽ പോഡാണെങ്കിലും തീരെ ക്വാളിറ്റി കുറഞ്ഞ് പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകുന്നതായിട്ട് തോന്നില്ല. ഇപ്പോൾ കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. വേറെ ഡാമേജസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് അവിടുത്തെ ഒരു സ്ക്രൂ ഉണ്ട്, അത് മാറ്റിയതിന് ശേഷം നമുക്കവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ക്യാമറാസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ഫിക്സ് ചെയ്യാം. ഇതിൽ എങ്ങനെ മൊബൈൽ ഫോൺ നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം. ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഒരു പോഡ് സ്ക്രൂ ചെയ്ത് അതിൽ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായി ടൈറ്റ് ആയതിനു ശേഷം നമുക്കതിലേക്ക് മൊബൈൽ വെക്കാം. പിന്നെ നമ്മുടെ യൂസേജിന് ഇത് എങ്ങനെ നമുക്ക് സ്റ്റെബിലൈസറായിട്ടോ സ്റ്റാൻഡ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ടുള്ള പോഡ് തന്നെയാണിത്. പിന്നെ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ട്രൈപോഡും സ്റ്റെബിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുള്ള ഒരു മൊബൈൽ ഗിയറാണിത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. യൂട്യൂബേഴ്സിന് മാത്രമല്ല ടിക്ടോക്കേഴ്സിനും ഇത് യൂസ്ഫുൾ ആവും കേട്ടോ.